നമ്മുടെ ജീവിതത്തിൽ ചില ആളുകളുണ്ടാകും. അവരെ നമ്മൾ എത്ര ശ്രമിച്ചാലും മറക്കാൻ പറ്റാത്തവരാണ്. ഒരുപാട് സമയം നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ എല്ലാം ഓക്കെ ആയിട്ടാണ് നടക്കുന്നതെന്ന് തോന്നും. പക്ഷെ ഉള്ളിൽ ഒരാളുടെ ഓർമ്മ മാത്രം. അത് തന്നെ നമ്മളെ ശാന്തമായി ഇരിക്കാൻ പോലും അനുവദിക്കില്ല. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരാളെ മറക്കാൻ പറ്റുന്നില്ല. അയാൾ പോയിട്ട് ഏറെ കാലമായാലും അയാളുടെ വാക്കുകൾ, അയാളുടെ ഓർമ്മകൾ, അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളോട് പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാം വീണ്ടും വീണ്ടും മനസ്സിൽ വരും. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയാമോ? നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റില്ല. ഒരു കാര്യം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ലൈഫിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പോലും ഭയം തോന്നും. നിങ്ങൾക്കിത് ലവ് ആയിരിക്കും, ചിലർക്ക് ഫ്രണ്ട്ഷിപ്പ്, നിങ്ങൾ സത്യത്തിൽ മനസ്സുകൊണ്ട് സ്നേഹിച്ച ഒരാൾ. പക്ഷെ അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളെ വിട്ടുപോയി. അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിരിക്കും, നിങ്ങൾ വിശ്വസിച്ച ഒരാൾ, പക്ഷെ അവൻ നിങ്ങളെ ഹേർട്ട് ചെയ്തു. അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡോ വൈഫോ ആകട്ടെ, ഡിവോഴ്സ് കഴിഞ്ഞിട്ടും മനസ്സിൽ നിന്ന് ആ വ്യക്തിയെ പുറത്തു പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇതിന് സിമ്പിളായ ഒരു സൊല്യൂഷൻ ഇല്ല. പക്ഷെ ഒരു പവർഫുൾ മെത്തേഡ് ഉണ്ട്. അതിൻ്റെ പേരാണ് ഇമോഷണൽ ഡിറ്റോക്സ് പ്ലാൻ. ഇതെന്താണെന്നറിയാമോ? നമ്മൾ ബോഡി ഡീറ്റോക്സ് ചെയ്യാറുണ്ട്. ജങ്ക് ഫുഡ് കുറയ്ക്കും, ഹെൽത്തി ഫുഡ് കഴിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിലും ചില ടോക്സിക് ഇമോഷൻസ് ഉണ്ടാകും. അതിനെ ക്ലിയർ ചെയ്യേണ്ടത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടോക്സിക് ഇമോഷൻസ് എന്തൊക്കെയാണെന്നറിയാമോ? അറ്റാച്ച്മെൻറ്റ്, റിഗ്രറ്റ്, ഗിൽട്ട്, ഓവർ തിങ്കിങ്, ഫോൾസ് ആയിട്ടുണ്ടായ ചില ഹോപ്പുകൾ. ഇവയെ സ്ലോലി റിമൂവ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് ഇമോഷണൽ ഡീറ്റോക്സ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഫോളോ ചെയ്യാമെന്ന് പറയാം. ഇതൊരു ദിവസത്തിൽ നടക്കുന്ന കാര്യമല്ല, ഇതൊരു ജേർണിയാണ്. ഞാൻ നിങ്ങളോടൊരു സിമ്പിൾ പ്ലാൻ പറയാം. നിങ്ങൾക്കിത് ഹോണസ്റ്റ്ലി ഫോളോ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സ്ലോലി ചേഞ്ച് ആകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്നാമതായി ഡേ 1 to ഡേ 7 വരെ, അതായത് ഒരു 1 വീക്ക് അടുപ്പിച്ച് നിങ്ങൾ അവയർനെസ് ഫേസ് ആണ്. ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് പ്രോബ്ലം ഉണ്ട് എന്ന് ആക്സെപ്റ്റ് ചെയ്യുക. പലരും ഇതാണ് ചെയ്യാത്തത്. അവർ സ്റ്റിൽ ഹോപ്പ് പിടിച്ചു നിൽക്കും. ഒരിക്കൽ അവൻ തിരിച്ചു വരും, ഒന്നും സംഭവിച്ചില്ല എന്ന് പോലെ എല്ലാം ശരിയാകും. ഇത് നിങ്ങളുടെ ഹീലിംഗ് ഡിലേ ചെയ്യും. അതുകൊണ്ട് ആക്സെപ്റ്റ് ദി റിയാലിറ്റി. പിന്നെ ആ വ്യക്തിയുടെ ട്രിഗേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് സോങ് ആയിരിക്കാം, പ്ലേസസ് ആയിരിക്കാം, അതായത് നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ചാറ്റുകളായിരിക്കാം. ഇവയൊക്കെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുക. ഇത് എസ്കേപ്പ് അല്ല, ഇതെല്ലാം നിങ്ങൾ കൃത്യമായി ആ ഒരാഴ്ച ചെയ്തിരിക്കണം. ഇനി രണ്ടാമത്തെ ആഴ്ച, അതായത് ഡേ 8 to ഡേ 15 വരെ ഡിറ്റാച്ച്മെൻറ്റ് ഫേസ് ആണ്. ഇപ്പോൾ സ്ലോലി ഡിറ്റാച്ച് ചെയ്യണം. അതായത് സോഷ്യൽ മീഡിയയിൽ അവൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൾ ആരോടാണ് സംസാരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ നോക്കുന്നത് നിങ്ങളെ മാത്രമാണ് ഹേർട്ട് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യുക. അതായത് ജസ്റ്റ് ഫ്രണ്ട്സായി പോലും തുടരാൻ ശ്രമിക്കുന്നത് പലപ്പോഴും പ്രോബ്ലംസ് വലുതാക്കും. നിങ്ങളുടെ സമയം നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യുക. അതായത് എക്സസൈസ്, റീഡിങ്, ലേണിംഗ്, പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുക. നിങ്ങളുടെ മൈൻഡിനൊരു പുതിയ ഡയറക്ഷൻ തന്നെ നിങ്ങൾ കൊടുക്കും. ഇനി ഡേ 16 to ഡേ 30, അതായത് അടുത്ത 3-ാമത്തെ ആഴ്ച റീബിൽഡിംഗ് ഫേസ് ആണ്. ഇപ്പോൾ റിയൽ മാറ്റം തുടങ്ങും. നിങ്ങളെ നിങ്ങൾ തന്നെ റീബിൽഡ് ചെയ്യുക. നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ്, നിങ്ങളുടെ ഗോൾസ്, ഇവ വീണ്ടും ബിൽഡ് ചെയ്യുക. ഡെയിലി അഫർമേഷൻസ് യൂസ് ചെയ്യുക. ഞാൻ എൻ്റെ ജീവിതത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പീസ് ഡിസേർവ് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ സ്വയം പറയാൻ ശ്രമിക്കുക. ഇത് സ്മോളായി തോന്നാം, പക്ഷേ കൺസിസ്റ്റൻ്റായി ചെയ്താൽ മൈൻഡ് ചേഞ്ച് ആകും. ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഉണ്ട്. നിങ്ങളിത് കണ്ടിന്യൂസ്ലി ഈ 2 ആഴ്ച ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ സ്ലോലി അഡാപ്റ്റ് ചെയ്യും. 3 മാസം കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് പെയിൻ ഫീൽ ചെയ്യില്ല. ഓർമ്മ വരും, പക്ഷേ നോർമലായി മാത്രം തോന്നും. അത് നിങ്ങളെ കൺട്രോൾ ചെയ്യില്ല. ഇതാണ് റിയൽ ഫ്രീഡം. പിന്നെ പതിയെ പതിയെ നിങ്ങൾ റിയലൈസ് ചെയ്യും, ഞാൻ ആ വ്യക്തിയില്ലാതെ ജീവിക്കുന്നു, എനിക്കിനി പീസ് എന്നും നിലനിർത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിന്നും ഇമോഷണലി പുറത്തു വന്നിരിക്കും. ചിലരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും റിമൂവ് ചെയ്യേണ്ടി വരും. അത് അവരെ വെറുക്കുന്നത് കൊണ്ടല്ല, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്, നമ്മളുടെ പീസ് നിലനിർത്താനും ഹാപ്പിനെസ്സിനും വേണ്ടി. നിങ്ങളുടെ പീസും ഹാപ്പിനെസ്സും അതൊരിക്കലും ആരുടെയും കയ്യിൽ കൊടുക്കുന്ന ഒന്നാകരുത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ ഒരാളെ ഇത്രയധികം മറക്കാൻ പറ്റാതെ പോകുന്നത് എന്താണെന്ന് പറയാം. കാരണം സിമ്പിളാണ്, പക്ഷേ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ ആ വ്യക്തിയിൽ ഇമോഷണലി അഡിക്റ്റഡ് ആയിപ്പോയി. അതായത് അവനില്ലാതെ നിങ്ങൾക്ക് സന്തോഷമില്ല എന്ന് നിങ്ങൾ ബിലീവ് ചെയ്യാൻ തുടങ്ങി. ഒരു മനുഷ്യൻ മറ്റൊരാളോട് ആകർഷിക്കപ്പെടുന്നത് നാച്ചുറലാണ്. അത് ലവ് ആകാം, ഫ്രണ്ട്ഷിപ്പ് ആകാം. പക്ഷേ പ്രോബ്ലം എവിടെയാണ് തുടങ്ങുന്നത്? അവരെ നമ്മൾ ഓവർ വാല്യൂ ചെയ്യുമ്പോൾ. അവരുടെ സംസാര ശൈലി, ബിഹേവിയർ, അവരുടെ കെയർ, അറ്റൻഷൻ, ഇവയൊക്കെ നമുക്ക് ഇനിഷ്യലി വളരെ സ്പെഷ്യലായി തോന്നും. അവരുടെ ഒരു മെസ്സേജ്, ഒരു കോൾ, ഒരു സ്മൈൽ, ഇവ തന്നെ നമ്മളെ ഹാപ്പിയാക്കും. പിന്നെ സ്ലോലി നിങ്ങൾ അവരുടെ പ്രസൻസിൽ ഡിപ്പെൻഡൻ്റ് ആകും. ഇവിടെയാണ് ചേഞ്ച് നടക്കുന്നത്. നിങ്ങൾ അറിയാതെ തന്നെ അവരുടെ ലൈഫിന് എക്സ്ട്രാ ഇമ്പോർട്ടൻസ് കൊടുക്കും. അവരാണ് എൻ്റെ ബെസ്റ്റ്, അവർക്കാണ് എന്നെ ഹാപ്പിയാക്കാൻ കഴിയുക, ഇങ്ങനെ നിങ്ങൾ തന്നെ നിങ്ങളെ കൺവിൻസ് ചെയ്യും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
നിങ്ങളുടെ മൈൻഡ് ഒരു ലൂപ്പിൽ പെടും. അവരുടെ ഓർമ്മ, അവരുടെ വേർഡ്സ്, അവരുടെ മൊമെൻറ്റ്സ് ഇവ റിപ്പീറ്റായി പ്ലേ ആകും, ഒരു അഡിക്ഷൻ പോലെ. ഇതിൻ്റെ സത്യം എന്താണെന്നോ? നിങ്ങൾ അവരെ മിസ്സ് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, നിങ്ങൾ ഫീൽ ചെയ്ത ആ ഇമോഷൻസിനെയാണ് മിസ്സ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് തന്നെ മാറും. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയാം. നിങ്ങൾ ഒരാളെ നിങ്ങളുടെ ലൈഫിലേക്ക് അലോ ചെയ്യുമ്പോൾ അത് റാൻഡമായി ചെയ്യരുത്. ഒരാൾ നല്ലവനാണോ, അവൻ്റെ തോട്ട്സ് എന്താണ്, അവൻ്റെ ബിഹേവിയർ എന്താണ്, ഇവയെല്ലാം നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. ഞാൻ പറയുന്നത് മറ്റുള്ളവരെ ഉപയോഗിക്കൂ എന്നല്ല, പക്ഷേ നിങ്ങളുടെ ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യൂ എന്നാണ്. കാരണം നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫ് ഷേപ്പ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങൾ നെഗറ്റീവായ ആളുകളുമായി കൂടിക്കഴിയുമ്പോൾ നിങ്ങളുടെ തോട്ട്സ് സ്ലോലി നെഗറ്റീവ് ആകും. നിങ്ങൾ മോട്ടിവേറ്റഡ് ആയ ആളുകളുമായി കൂടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആകും. അതുപോലെ തന്നെയാണ്, നിങ്ങൾ ഇമോഷണലി അൺസ്റ്റേബിൾ ആയ ഒരാളെ ലൈഫിലേക്ക് അലോ ചെയ്താൽ നിങ്ങളും അൺസ്റ്റേബിൾ ആകും. ഇതൊരു ലോ പോലെയാണ്. നിങ്ങൾ ആരോടാണ് കണക്ട് ചെയ്യുന്നത് അതാണ് നിങ്ങൾ ബിക്കം ആകുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിക്കാതെ തന്നെ അവരെ ലൈഫിലേക്ക് അലോ ചെയ്യും. പിന്നെ അവർ നമ്മളെ ഹേർട്ട് ചെയ്താൽ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് ഇതെനിക്ക് സംഭവിച്ചു? ആൻസർ സിമ്പിളാണ്, നിങ്ങൾ തന്നെയാണ് ആ ആക്സസ് കൊടുത്തത്. ഇത് ബ്ലെയിം ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, ഇത് ജസ്റ്റ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ അനാവശ്യമായ ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ സ്പേസ് കൊടുത്താൽ നിങ്ങൾ തന്നെ ട്രാപ്പാവും. പക്ഷേ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾ ആ ട്രാപ്പിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ, അതായത് പൂർണ്ണമായും പുറത്തു വരാൻ സാധിക്കുമെന്നതാണ്. അവരുടെ ഓർമ്മകളെ സ്ലോലി നിങ്ങൾ വീക്കാക്കണം. ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾ കട്ട് ചെയ്യണം. അതിന് നിങ്ങൾ നിങ്ങളെ ഡിസിപ്ലിൻ ആക്കേണ്ട ആവശ്യമുണ്ട്. കുറച്ച് സ്ട്രാറ്റജീസും നിങ്ങൾ ഫോളോ ചെയ്യണം. ഇതത്ര ഈസിയുള്ള കാര്യമല്ല, പക്ഷേ ഇത് പോസിബിളായ കാര്യമാണ്. അതിലാദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിൽ ഇപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി ഫ്രീ ആകാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഫിസിക്കലായി കാണുന്നതിനല്ല, കൂടുതലായി ഡിജിറ്റലാണ്. ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, കോൾസ്, മെസ്സേജസ് ഇവയൊക്കെയാണ് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സീരിയസ് ആയി മൂവ് ഓൺ ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ അയാളുമായി കണക്ട് ചെയ്യുന്ന എല്ലാ വഴികളും ക്ലോസ് ചെയ്യുക എന്നതാണ്. ഇത് ഹാഫായി ചെയ്യാൻ പാടില്ല. ബ്ലോക്ക് ചെയ്തിട്ടും ഒന്ന് നോക്കാം. ഫേക്ക് അക്കൗണ്ട് വഴി ഒന്ന് ചെക്ക് ചെയ്താലോ? ലാസ്റ്റ് സീൻ എന്തായിരിക്കും? ഇങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ ചീറ്റ് ചെയ്താൽ നിങ്ങൾ വീണ്ടും അതേ പെയിനിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇവിടെ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും, ഇത് ഓവർ റിയാക്ഷൻ ആണോ എന്ന്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, നിങ്ങൾക്ക് ഈ ഡിസിഷൻസ് എടുക്കേണ്ടി വന്നത് ആ വ്യക്തി നിങ്ങളെ അത്രത്തോളം ഹേർട്ട് ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും ചാൻസ് കൊടുക്കുന്നത് ഒരു നല്ല മനസ്സുകൊണ്ട് ചെയ്യുന്ന കാര്യമല്ല. പലപ്പോഴും അത് നിങ്ങളുടെ തന്നെ വേദന വീണ്ടും ഇൻവോയ്റ്റ് ചെയ്യുന്നതാക്കും. അവൻ മാറും, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഈ തോട്ട് തന്നെയാണ് പലരെയും വർഷങ്ങളോളം ഒരേ പെയിനിൽ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു ക്ലിയർ ഡിസിഷൻ എടുക്കണം. എൻ്റെ ഫീലിങ്സിന്, എൻ്റെ വാല്യൂസിന് ഞാൻ റെസ്പെക്റ്റ് കൊടുക്കുമെന്ന്. അത് സെൽഫിഷ് അല്ല, അത് ബേസിക് സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ബൗണ്ടറി, അവർ നേരിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്താലും സംസാരിക്കാൻ ശ്രമിച്ചാലും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നാലും നിങ്ങൾ അതിൽ വീഴരുത്. പലപ്പോഴും ക്ലോഷർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ പലപ്പോഴും അത് ക്ലോഷർ അല്ല, വീണ്ടും ഒരു കൺഫ്യൂഷനാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ സൈലൻസ് പലപ്പോഴും ഏറ്റവും പവർഫുള്ളായ ഒരു ക്ലോഷറാണ്. നിങ്ങൾ പ്രതികരിക്കാത്തത് നിങ്ങൾക്ക് വാല്യൂ ഇല്ല എന്നല്ല ഇതിനർത്ഥം, നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട് എന്നതാണ്. ഇതിന് ശേഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ എനർജിയെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ ഇമോഷൻസ് ഇവയെല്ലാം വളരെ വാല്യൂബിൾ ആണ്. പക്ഷേ നമ്മൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാതെ തെറ്റായ ആളുകൾക്ക് അത് മുഴുവൻ കൊടുക്കുന്നു. ഒരിക്കൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ എൻ്റെ എനർജി മുഴുവൻ ഒരാൾക്ക് വേണ്ടി ഉപയോഗിച്ചു, പക്ഷെ അതെന്നെ വളർത്തിയില്ല, മറിച്ച് അതെന്നെ തകർത്തു. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ റിയലൈസേഷൻ വരണം. എൻ്റെ എനർജി ഞാൻ ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കണം. അത് എല്ലാവർക്കും ലഭിക്കേണ്ട ഒരു സാധനമല്ല. ഇവിടെ ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പലർക്കും ലൈഫിൽ ഒരു ക്ലിയർ ഡയറക്ഷൻ ഇല്ല, ഒരു ഗോൾസ് ഇല്ല, ഒരു റൊട്ടീൻ ഇല്ല, ഗ്രോത്ത് ഇല്ല. അപ്പോൾ മൈൻഡ് ഓട്ടോമാറ്റിക്കലി പഴയ ഓർമ്മകളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഫേസിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഫോക്കസ് വേണം. അത് വലിയ കാര്യങ്ങൾ ആവേണ്ടതില്ല, ചെറിയ കാര്യങ്ങൾ മതി. ദിവസവും എക്സസൈസ് ചെയ്യുക, ഒരു സ്കില്ല് പഠിക്കുക, ഒരു ബുക്ക് വായിക്കുക, നിങ്ങളുടെ ബോഡിയെയും മൈൻഡിനെയും കെയർ ചെയ്യുക. ഈ ചെറിയ ചേഞ്ചസ് ആണ് സ്ലോലി നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻറ്റ് റിയലൈസേഷൻ കൂടി വേണം. എല്ലാ ആളുകളും നിങ്ങളുടെ ലൈഫിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയല്ല വരുന്നത്. ചിലർ വരുന്നത് നിങ്ങളെ പഠിപ്പിക്കാനാണ്, ചിലർ വരുന്നത് നിങ്ങളെ പരീക്ഷിക്കാനാണ്. പക്ഷേ നിങ്ങൾ അവരെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാൽ അത് ലെസൺ അല്ല, ബേർഡനായി മാറും. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ആളുകളെ ലൈഫിൽ നിന്നും റിമൂവ് ചെയ്യുന്നത് ഒരു തെറ്റല്ല, അത് റിവെഞ്ച് അല്ല, അത് സെൽഫ് പ്രൊട്ടക്ഷൻ മാത്രമാണെന്ന് മനസ്സിലാക്കുക.
നിങ്ങൾ ആരെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല, നിങ്ങൾ നിങ്ങളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് അവിടെ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ളിലൊരു വേദനയുണ്ടാകും. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് തോന്നും, ഞാൻ ശരിയായ ഡിസിഷൻ തന്നെയാണോ എടുത്തതെന്നൊക്കെ. ലോൺലിനെസ് ഒക്കെ ഫീൽ ചെയ്യും, ഒരു ഇറിറ്റേഷനൊക്കെ വരും. ചിലപ്പോൾ പഴയ ഓർമ്മകൾ ശക്തമായി തിരിച്ചു വരും. പക്ഷേ ആ സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം, എൻ്റെ വാല്യൂ എന്താണ്? ഞാൻ എനിക്ക് വേണ്ടി നിന്നില്ലെങ്കിൽ ആരാണ് നിൽക്കുക? എൻ്റെ ജീവിതം ഞാൻ തന്നെ സംരക്ഷിക്കേണ്ടതല്ലേ? ഈ തോട്ട് സ്ലോലി നിങ്ങളുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കും. ഒരേ സമയം നിങ്ങൾക്കൊരു റിയലൈസേഷനും ലഭിക്കും. ഞാൻ എൻ്റെ നല്ല സമയം, എൻ്റെ ജെനുവിൻ ഇമോഷൻസ്, എൻ്റെ എനർജി ഒരാൾക്ക് കൊടുത്തു. പക്ഷേ അത് റിട്ടേണായി എന്നെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഒന്നും തന്നെ നൽകിയില്ല. ആ റിയലൈസേഷൻ പെയിൻഫുൾ ആകാം, പക്ഷെ അതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിൻ്റ്. കാരണം അതിനുശേഷം നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കും, ഇനി ഞാൻ എൻ്റെ എനർജി എൻ്റെ ഗ്രോത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കും. ഞാൻ സ്ലോലി ഇംപ്രൂവ് ചെയ്യും, ഞാൻ എൻ്റെ ലൈഫ് റീബിൽഡ് ചെയ്യും. ഇത് ഓവർനൈറ്റ് നടക്കുന്നൊരു ചേഞ്ച് അല്ല. പക്ഷെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയാൽ ഈ പോയിന്റിലെത്തും. നിങ്ങൾ ആ വ്യക്തിയെ ഓർക്കും, പക്ഷെ അത് നിങ്ങളെ തകർക്കില്ല. അതൊരു മെമ്മറിയായി മാത്രം മാറും. നിങ്ങൾക്ക് കൺട്രോൾ തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് പീസ് സ്ലോലി ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്തൊരു വലിയ മാറ്റം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് പുതിയൊരു ജീവിതം വേണമെങ്കിൽ, നിങ്ങൾക്കൊരു പുതിയ വേർഷൻ ആകണം. അതിനൊരു കാര്യം ക്ലിയർ ആണ്, നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിരുന്ന റൊട്ടീൻസൊക്കെ ചേഞ്ച് ചെയ്യണം. കാരണം സെയിം ഹാബിറ്റ്സും സെയിം റുട്ടീനും സെയിം ലൈഫ് സ്റ്റൈലും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പ്രാക്ടിക്കലായ കാര്യമല്ല. നിങ്ങൾ പഴയ പോലെ തന്നെ ജീവിച്ചാൽ പഴയ ഓർമ്മകളും പഴയ പെയിനും തന്നെ റിപ്പീറ്റ് ആവും. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ട് തുടങ്ങുക. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. നിങ്ങളുടെ ഡേ സ്ലോ ആയല്ല, കോൺഷ്യസ് ആയി സ്റ്റാർട്ട് ചെയ്യുക. ബോഡി ആക്റ്റീവ് ആക്കാൻ വേണ്ടി സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ആഡ് ചെയ്യുക. ഈവൻ സിമ്പിൾ വാക്കിംഗ് ആയാൽ പോലും മതി. കാരണം ഫിസിക്കൽ മൂവ്മെൻറ്റ് മൈൻഡിനെയും ഹീൽ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഓവർ തിങ്ക് ചെയ്യുന്നത് കുറയ്ക്കുക. ഫാമിലിയുമായി സമയം ചിലവഴിക്കുക, ഫ്രണ്ട്സിനൊപ്പം സമയം ചിലവഴിക്കുക, ഡാൻസ് ചെയ്യുക, ട്രാവൽ ചെയ്യുക. അത് വലിയ ട്രിപ്പ് ആവേണ്ടതില്ല, ചെറിയ ഔട്ടിംഗ് ആയാലും മതി. എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നത് മൈൻഡിനെ റീഫ്രഷ് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ വിഷമം മറയ്ക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും തെറ്റായ ആളെ ലൈഫിലേക്ക് കൊണ്ടുവരരുത്. പലരും ലോൺലിനെസ്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പുതിയ റിലേഷൻഷിപ്പിലേക്ക് ചാടും. പക്ഷേ അത് ഹീലിംഗ് അല്ല, അത് ഡിസ്ട്രാക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം മറ്റൊരാളല്ല, നിങ്ങൾ തന്നെയാണ്. ഈ ഫേസിൽ നിങ്ങൾ കൂടുതൽ സമയം സെൽഫ് ലവിന് കൊടുക്കണം. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, നിങ്ങൾക്ക് എന്താണ് സന്തോഷം നൽകുന്നത്, അത് എക്സ്പ്ലോർ ചെയ്യണം. നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങണം. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് സിസ്റ്റം. നിങ്ങൾക്ക് ട്രസ്റ്റുള്ള ആളുകളോട് സംസാരിക്കുക. അതൊരു ക്ലോസ് ഫ്രണ്ട് ആകാം, ഫാമിലി മെമ്പർ ആകാം, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രൊഫഷണൽ തെറാപ്പി അവൈലബിൾ ആണ്. നിങ്ങൾക്കതിന് സാഹചര്യമുണ്ടെങ്കിൽ ഒരു നല്ല തെറാപ്പിസ്റ്റിനൊപ്പം സംസാരിക്കുക. നിങ്ങളുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യുക. കാരണം അവർ നിങ്ങളെ ജഡ്ജ് ചെയ്യാനല്ല, നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ്. അത് കംപ്ലീറ്റ്ലി കോൺഫിഡൻഷ്യൽ ആണ്. നിങ്ങൾക്ക് കംഫർട്ടബിളായ രീതിയിൽ അത് ഉപയോഗിക്കാം. ഇതൊരു വീക്ക്നെസ് അല്ല, ഇതൊരു സെൽഫ് കെയർ ആണ്. അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളിൽ മാത്രം അടച്ചിടരുത്. സൊസൈറ്റിയുമായി കൂടുതൽ ഇൻ്ററാക്ട് ചെയ്യുക. പുതിയ ആളുകളെ കാണുകയും അവരുടെ സ്റ്റോറീസ് കേൾക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ മാത്രമല്ല, ഓരോരുത്തർക്കും അവരുടെ സ്വന്തം സ്ട്രഗിൾസ് ഉണ്ട്. നിങ്ങളുടെ പെയിൻ മാത്രം വലിയതല്ല എന്ന് സ്ലോലി റിയലൈസ് ചെയ്യും. അത് നിങ്ങളെ ലൈറ്റ് ആക്കും. ഇനി ഒരു ചെറിയ റിമൈൻഡർ കൂടി പറയാം. നിങ്ങൾക്ക് ലൈഫിൽ ഒരിക്കൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് പക്ഷേ നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അതിനാണ് കറക്റ്റ് സമയം. ചെറിയ സ്റ്റെപ്സ് ആയാലും മതി, അത് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെയാണ് പരിശ്രമിക്കേണ്ടത്. മറ്റാരും വന്ന് നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്ത് തരില്ല. ഇതിൻ്റെ ഇടയിൽ നിങ്ങളൊരു പോയിന്റിലെത്തും. നിങ്ങൾ നിങ്ങളെ 100% ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ തന്നെ നിങ്ങളെ 100%-ലധികം സ്നേഹിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, അപ്പോൾ ഏറ്റവും വലിയൊരു റിയലൈസേഷൻ നിങ്ങളിലേക്ക് വരും. അതായത് നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ആക്കാൻ മറ്റൊരു വ്യക്തിയുടെ ആവശ്യം നിങ്ങൾക്ക് ഇല്ല എന്നത്. നിങ്ങൾക്ക് കമ്പാനിയൻഷിപ്പ് വേണ്ടെന്നല്ല, പക്ഷേ നിങ്ങൾക്ക് ആരെയും ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥ ഇനി ഉണ്ടാകില്ല. നിങ്ങൾ എലോൺ ആയാലും ഓക്കെയാണ്, ഒരാളോടൊപ്പം ആയാലും ഓക്കെയാണ്. കാരണം നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ പീസ് ഇനി മറ്റൊരാളുടെ കയ്യിലല്ല, അത് നിങ്ങളുടെ കൺട്രോളിലാണ്. അതാണ് റിയൽ ഫ്രീഡം, അതാണ് റിയൽ സ്ട്രെങ്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള നല്ല അറിവുകൾക്കായി വീണ്ടും കൂടെ കൂടാം. നന്ദി.